നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിച്ച കോളേജിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ ഒന്ന് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ, ആ ടൈമൊക്കെ ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. അപ്പം അങ്ങനെ കിട്ടിയ ഒരു അവസരമാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. AJ കോളേജിലേക്ക് ഒരു തിരിച്ചു പോക്ക്. സത്യം പറഞ്ഞാൽ കോളേജിലേക്കുള്ള തിരിച്ചുപോക്കല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി അനശ്വരയുടെ കല്യാണത്തിനാണ് പോയത്. ഒരു മാറ്റമില്ലല്ലോ. Happy birthday to you. Happy birthday to you. Happy birthday, dear birthday. Happy birthday to you. അക്ഷരം തെറ്റാതെ കോളേജിലേക്ക് ഒരു തിരിച്ചുപോക്ക് തന്നെയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ആടിപ്പാടി ഉല്ലസിച്ച്. ഇപ്പോൾ ഉള്ളത് രോഹിണി, രേഷ്മ, നമ്പു, ജഗ്ഗു ഒക്കെയാണ്. ഇനിയും കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ കൂടെ ചേരും. അങ്ങനെ ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു. ബാക്ക് ടു കോളേജ്. ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട് കൂട്ടത്തിലുള്ള. പക്ഷേ കിട്ടുന്ന എല്ലാവരെയും കൊണ്ട് എല്ലായിടത്തും പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ എപ്പോഴും കോളേജ് മീറ്റ്സ്. അപ്പോൾ അനശ്വരയുടെ കല്യാണം വർക്കലയിലേക്കാണ് ഞങ്ങൾ പോയത്, ശിവഗിരിയിൽ. കോളേജ് ജീവിതവും കോളേജിലെ കൂട്ടുകാരും മനോഹരമാണെന്ന് തെളിയിച്ച AJ കോളേജിലെ 3 വർഷം, അതിന് എത്ര കാലം കഴിഞ്ഞാലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ വർക്കല വന്ന സ്ഥിതിക്ക് കോളേജിൽ കയറാതെ ഒന്നും പോകാൻ പറ്റില്ലല്ലോ. Happy birthday. Thank you. Status ഇടാ. മിസ് യു പിള്ളേരെ. അന്ന് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് സെറ്റാക്കി. സെവനപ്പിന്റെ പണം തരണമെന്നൊക്കെ എനിക്കറിയാം. രോഹിണി, നീ വേറെ ലെവല്. അത് ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. നടക്കാത്ത കാര്യം കണ്ട രോഹിണി. സ്റ്റുഡൻസ് പറഞ്ഞു നോക്ക്, നമ്മുടെ ക്ലാസ് റൂമിൽ എഴുതി വെച്ച് LCK പോലും മാറിയിട്ടില്ല. രേഷ്മ, നമ്മൾ നമ്മുടെ കോളേജിലോട്ട് തിരിച്ചു വന്നു. ഒരു വല്ലാത്ത അനുഭവമായി. അല്ല, കല്യാണത്തിന് പോകാൻ പ്ലാൻ ചെയ്തിട്ട് ഇവിടെയും കൂടെ കയറിയപ്പോ എന്തൊരു ഹാപ്പിനെസ്സും നൊസ്റ്റാൾജിയും. രോഹിണി എടി, ഇവ കൊറേ മാറ്റമൊക്കെ വന്നു കോളേജില്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വണ്ടറടിച്ച് നടക്കുവാണ്. രോഹിണി, ഇടി പഴയ കോളേജ് എന്തിപ്പോ എന്ത് തോന്നുന്നു? എന്തടി? ഞാൻ വീഡിയോയിലൊക്കെ നിൽക്കാറില്ല. രേഷ്മ, നല്ല എക്സ്പീരിയൻസ്. നൊസ്റ്റാൾജി അടിച്ച് തകർന്നിരിക്കുകയാണ് സത്യം പറഞ്ഞ. എന്തൊക്കെയോ മാറ്റം ആ സാധനമുണ്ട്. അതാണ് പറയാൻ ഇത്ര നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പണ്ടത്തെ പോലെ.
പോവാം, നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാം. ഇതേ വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. വീഡിയോ എടുക്കുന്നത് രോഹിണി, നടക്കുന്നത് ശ്രേയാകൃഷ്ണൻ. എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ എല്ലാവരും മിസ് ചെയ്യുന്നു. ഞങ്ങൾ വന്നപ്പോ ടീച്ചേഴ്സ് അതെ ടീച്ചേഴ്സിന്റെ സന്തോഷം വേണം കാണാൻ ഞങ്ങൾ കണ്ടപ്പോൾ. സോ നമ്മൾ പഠിച്ച കോളേജ് പഠിച്ച സ്കൂൾ എന്നൊക്കെ പറയുന്നത് എപ്പോഴായാലും ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പൊ നമ്മളിപ്പോ പോകാൻ പോകുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പോവാ. ഇന്റർവ്യൂലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ നടന്ന് പതുക്കെയൊക്കെ കയറി പോകുന്നത് ഈ ഒരു പടവുകളിലൂടെയാണ്. ഇതിലും ലാഗായിട്ടാണ് പോവാറ്. അതെ, ഇത്ര കുറച്ചു നേരം നിൽക്കും, അവിടെ കുറച്ചു നേരം നിൽക്കും, അങ്ങനെയായിരുന്നു പൊക്കോണ്ടിരിക്കുക. അതെ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിന് ഞങ്ങൾ ഇവിടെയൊക്കെ കയറുന്നത് ഭയങ്കര. അപ്പം മെമ്മറീസ് അയവർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുമുണ്ട്. നമ്മളെ ക്യാൻറ്റീനിൽ നിന്ന് ഇതും മേടിച്ച് ഇങ്ങനെ നടക്കും നമ്മൾ ഇന്റർവെല്ലുകൾ തോന്നും. സോ ഇപ്പോൾ പോകുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. പോവാം. ഇത് നമ്മുടെ ക്ലാസ് ഇവിടെയാണ്. എം സിക്ക് തന്നെ രമ്യ, നീ ഇന്നും ഒരു വിപ്ലവം. ഞങ്ങൾ ഇരുന്ന് പഠിച്ച ക്ലാസ്, ഞങ്ങൾ ടൂർ പ്ലാൻ ചെയ്ത ക്ലാസ്, ഞങ്ങൾ ഒരുപാട് അടി ഉണ്ടാക്കിയ ക്ലാസ്, അത് തന്നെയാണ് ഞങ്ങളുടെ ഈ ക്ലാസ് മുറി. ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് ഇന്ന് ഇവിടെ കയറിയതെങ്കിൽ ടീച്ചേഴ്സും നമ്മളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആ ബാച്ചിനെ കുറിച്ച് എല്ലാവരെയും ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രസീദ് ടീച്ചർ, കൃപജ ടീച്ചർ, അശ്വതി ടീച്ചർ, ശില്പ മാമിനെയൊക്കെ മിസ് ചെയ്തു, വിഷ്ണു സാർ, മൈനാഗ് സാർ. ഇങ്ങനെ ഞങ്ങളുടെ അടിപൊളിയൊരു കാലഘട്ടം. പിന്നെ ഞങ്ങളുടെ സീനിയർ അനസിക്കേനെയും കണ്ടു. പണ്ടാണെങ്കിൽ സ്റ്റാറ്റസുകളൊക്കെ എല്ലാവരും കാണുമല്ലോ. ഇപ്പം സമയം കിട്ടുന്നില്ല, ഇവരായ സ്റ്റാറ്റസ് ഒന്നും ഇടുന്നില്ല. അതെ, എന്താ നീ പെണ്ണിനെക്കാരനൊരു നിവൃത്തിയില്ലെന്നല്ലേ? അതും ഞാനിടും, നോക്കാം. ഞങ്ങളുടെ മീഡിയ ലാബ് ഓർമ്മയുണ്ടോ? പ്രോജക്റ്റിന്റെ ടൈമില് എന്തൊക്കെയോ കണപ്പാടം പഠിക്കാൻ ഒന്നും പറയാനില്ല. പഴയ ഓഡിറ്റോറിയം കിടക്കണ കിടപ്പു. ശരി ശരി. നമ്മള് കല്യാണത്തിന് പോയിട്ട് രേഷ്മയ്ക്കുണ്ട്. ഒന്നും കൂടെ പഠിക്കാൻ കയറിയത് എപ്പോഴും ചിന്തിക്കും. പക്ഷെ ഇവരെയൊക്കെ മുഖങ്ങൾ കാണുമ്പോ വീണ്ടും പേട്ടത്ത് വെക്കണം. എവരുടെ മുഖം നാളെ ഫസ്റ്റ് ഡേ ആണെങ്കിൽ സത്യം ഒന്നുകൂടെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്ന നിമിഷം. എത്ര പ്രാവശ്യം ഇനി പോയാലും അന്ന് നമ്മൾ ആഘോഷിച്ച പോലെ ആ കോളേജ് ജീവിതം ഒന്നും ഇനി തിരിച്ചു കിട്ടില്ലല്ലോ എന്നൊരു ചിന്തയായിട്ട് ഞങ്ങൾ അടിപൊളി ഒരു ഗെറ്റ് ടുഗെദർ റീയൂണിയൻ ആയിരുന്നു അന്നേ ദിവസം. See you on the next vlog. Do subscribe Emotively Yours.